ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസ്ക് ഡെക്കറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് തെർമോക്കോളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഡ്രൈ ആയതിന് ശേഷം പെൻസിൽ യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിൽ പെറ്റൽസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് എല്ലാ പെറ്റൽസും ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലുള്ള പെറ്റൽസിനൊക്കെ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ കാണുന്ന പെറ്റൽസിനൊക്കെ ഓറഞ്ചും യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാത്തിനും പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊക്കെ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ഈ യെല്ലോൻ്റെ മുകളിൽ ഓറഞ്ച് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഓറഞ്ച് കളറിൻ്റെ മുകളിലായിട്ട് നമുക്ക് യെല്ലോ കളർ വെച്ചിട്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പെറ്റൽസിൻ്റെ മുകളിലായിട്ടും വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ കളേഴ്സൊക്കെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ലുക്കിലാണ് കിട്ടുക. താഴെ ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്കും ബ്രൗണും കൂടി ഒരുമിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് യെല്ലോ കളർ യൂസ് ചെയ്തിട്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ വൈറ്റ് കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഡെസ്ക് ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കിത് വാൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം വരക്കാൻ അറിയാത്തവർക്കും പെയിൻറ്റ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ പേപ്പർ വെച്ചിട്ടാണിത് മൊത്തം ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് അളവെടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. അപ്പോൾ ശരി എന്നാൽ ബൈ.